ഹായ് ഹലോ വെൽക്കം ടു ടി ടി അക്കാഡമി. LPSA UPSA ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായിട്ടുള്ള നിലവിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സീരീസിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ZPD അഥവാ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് അഥവാ സ്കഫോൾഡിംഗ് അല്ലെങ്കിൽ കൈത്താങ് എന്നറിയപ്പെടുന്ന എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരമാണ്. ഈ ഏത് രീതിയിൽ ചോദ്യം ചോദിച്ചാലും എല്ലാം ഒരേ സാധനം തന്നെയാണെന്ന് ആദ്യം മനസ്സിലാക്കി വെക്കുക. നമ്മളുടെ TTC പഠിക്കുന്ന അല്ലെങ്കിൽ DLED പഠിക്കുന്ന കാലത്ത് എല്ലാം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ആ കാലം മുതലേ പഠിച്ചു വരുന്ന ഒന്നാണ് ZPD അഥവാ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്. അപ്പം ആ ഒരു ചോദ്യം ചോദിച്ചാൽ നമ്മൾ നിർബന്ധമായിട്ടും വ്യക്തതയോടെയും കൃത്യതയോടെയും അതിൻ്റെ ഉത്തരം പറയേണ്ടത് വളരെയധികം ആവശ്യമാണ്. അപ്പം നമുക്ക് ഈ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. വൈഗോട്സ്കിയുടെ സുപ്രധാനമായ ഒരാശയമാണ് സമീപസ്ഥ വികാസ മണ്ഡലം അഥവാ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്. അപ്പം ഈ ഒരു കാര്യം അല്ലെങ്കിൽ ZPD എന്നൊരാശയം പങ്കുവെച്ചത് വൈഗോട്സ്കി ആണെന്ന് ഓർത്തു വെക്കുക. ഓരോരുത്തർക്കും നിലവിലുള്ള കഴിവിനനുസരിച്ച് സ്വയപ്രയത്നത്താൽ എത്തിച്ചേരാവുന്ന ഒരു നിലയും മറ്റുള്ളവരുടെ സഹായത്താൽ എത്തിച്ചേരാവുന്ന ഒരു ഉയർന്ന നിലയും ഉണ്ട്. ഈ രണ്ട് നിലകൾക്കും ഇടയിലുള്ള മണ്ഡലത്തെയാണ് വികാസത്തിൻ്റെ സമീപസ്ഥ മണ്ഡലം അഥവാ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് ZPD എന്ന് പറയുന്നത്. അപ്പം സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾക്ക് നോർമലി എത്തിച്ചേരാൻ പറ്റുന്ന ഒരു ആരുടെയും സഹായമില്ലാതെ പരസഹായമില്ലാതെ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു നിലയുണ്ട്. ആ നിലയ്ക്കും അതിൻ്റെ ഉയർന്ന നിലയിലും ഇടയ്ക്ക്, അതായത് ഉയർന്ന നില എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റൊരാൾ ഹെൽപ്പ് ചെയ്താൽ, അയാൾ കൈ പിടിച്ചുയർത്തിയാൽ, പറഞ്ഞു കൊടുത്താൽ എത്തിച്ചേരാവുന്ന ഒരു നിലയുമുണ്ട്. ഈ രണ്ട് നിലയുടെയും ഇടയിലുള്ളതാണ് വികാസത്തിൻ്റെ സമീപസ്ഥ മണ്ഡലം അഥവാ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്. ഇത് കാണിക്കുന്ന ഒരു ഗ്രാഫാണ് അടുത്തതായിട്ട് കാണിക്കുന്നത്. ഇത് കണ്ടോ, ഇതിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. നിലവിലുള്ള നില എന്ന് പറയുന്നതാണ് ആ കുട്ടിക്ക് സ്വന്തമായിട്ട് എത്തിച്ചേരാവുന്ന നില എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ സഹായത്താൽ എത്തിച്ചേരാവുന്ന നില. ഇതിൻ്റെ രണ്ടിലും ഇടയിൽ ആ ഒരു ലൈൻ പോലെ കിടക്കുന്ന ആ ഒരു സ്പേസിനെ അല്ലെ ആ ഒരു നിലയിനെയാണ് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റുന്നത്? ZPD എന്ന് എത്തിച്ചേരാൻ പറ്റുന്നത് പറയാൻ സാധിക്കുന്നത്. ഓരോ കുട്ടിയിലും ഈ രണ്ട് മണ്ഡലങ്ങളും പ്രകടമായതുകൊണ്ട് ഓരോരുത്തർക്കും അവരുടേതായ ഉയർന്ന നിലയിൽ എത്താൻ കഴിയും വിധമുള്ള ഇടപെടലുകളാണ് അധ്യാപകൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത്. അപ്പം ആ ഒരു മുകളിലേക്ക് ഒരു കുട്ടിയെ ഉയർത്തുക എന്നുള്ളത് ആ കുട്ടിക്ക് സ്വയം എത്തുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഒരു കൈത്താങ് നൽകി അധ്യാപകൻ ഉയർന്ന നിലയിലേക്ക് എത്തിക്കണം. അതാണ് ഒരു അധ്യാപകൻ്റെ കടമ. ആവശ്യം വേണ്ട സൂചനകൾ, വിശദീകരണങ്ങൾ, ഉദാഹരണങ്ങൾ, ചിന്തയെ നയിക്കാവുന്ന ചോദ്യങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ തുടങ്ങിയവയിലൂടെയാണ് ഇത് സാധ്യമാകുന്നത്. അപ്പം നമുക്ക് ഒരു അധ്യാപിക എന്ന നിലയിൽ ഈ കാര്യങ്ങളൊക്കെ സൂചനയും വിശദീകരണവും ഉദാഹരണവും ചിന്തയെ നയിക്കുന്ന ചോദ്യങ്ങളും ഒക്കെ നൽകിക്കൊണ്ടാണ് നമ്മൾ ആ കുട്ടിക്ക് എത്താവുന്ന നിലയിൽ നിന്ന് നമുക്ക് എത്തിച്ചേർക്കാവുന്ന നിലയിലേക്ക് ആ കുട്ടിയെ ഉയർത്തിക്കൊണ്ടുവരേണ്ടത്. ഇനി നമുക്ക് സ്കഫോൾഡിങ് എന്താണെന്നൊന്ന് നോക്കാം. കുട്ടിക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ പറയുക, ഇത് പറഞ്ഞു വരുന്ന സമയത്ത് തന്നെ നമ്മൾ കൈത്താങ് നൽകി എത്തിക്കുക അല്ലെങ്കിൽ സ്കഫോൾഡ് ചെയ്ത് എത്തിക്കുക എന്നൊക്കെ പറയുമ്പോഴേ നമ്മളോട് അടുത്ത ചോദ്യം ചോദിക്കും, എന്താണ് കൈത്താങ് അല്ലെങ്കിൽ സ്കഫോൾഡിങ് എന്താണെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ഉറപ്പായിട്ടും അതും ഒന്ന് അറിഞ്ഞു വെക്കേണ്ടതാണ്. കുട്ടിക്ക് സ്വാശ്രയ പഠനം സാധ്യമാകുന്നതുവരെ അധ്യാപകൻ നൽകുന്ന സഹായത്തെയാണ് കൈത്താങ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു കുട്ടിക്ക് കൊടുക്കുന്ന ഹെൽപ്പ്, ആ ഹെൽപ്പിനെയാണ് കൈത്താങ് എന്ന് പറയുന്നത്. ഓരോ കുട്ടിയുടെയും ആവശ്യങ്ങൾ പരിഗണിച്ചായിരിക്കണം കൈത്താങ് നൽകേണ്ടത്. അതായത് ഇൻഡിവിജ്വലി ഓരോ കുട്ടിയും ഡിഫറെൻ്റ് ആണ്. അപ്പം ആ കുട്ടിക്ക് അതായത് ഇപ്പം നിലവിൽ ഓരോ കുട്ടിക്കും സ്വയം എത്തിച്ചേരാവുന്ന നില തന്നെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ആ നിലയിൽ നിന്ന് ആ കുട്ടിയെ ഉയർന്ന നിലയിലേക്ക് എത്തിക്കാൻ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം കൊടുക്കേണ്ടത്. കുട്ടിക്ക് പഠനത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകുമ്പോൾ അത് പരിഗണിക്കാൻ സഹായകമായ രീതിയിൽ അധ്യാപകൻ കൈത്താങ് നൽകണം. കുട്ടിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഒരു സാമൂഹിക ഇടപെടലാണ് കൈത്താങ്. അപ്പം ആ ഒരു കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് ഓർത്തു വെക്കാനുള്ളൂ. ആ കുട്ടി ഒരു മുന്നോട്ട് പോകാൻ പറ്റത്തില്ലാത്തൊരു സാഹചര്യത്തിൽ വന്ന് സ്റ്റക്കായി നിൽക്കുക. ആ സമയത്ത് നമ്മളൊന്ന് കൈത്താങ് കൊടുത്ത് കുട്ടിയെ ഒന്ന് മുകളിലേക്ക്
കൊണ്ടുവരണം. അപ്പം എന്താണ് കൈത്താങ്ങ്, എന്താണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് അഥവാ ZPD എന്നൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞു. അപ്പം ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എപ്പോഴും. അത് നമ്മളുടെ PSC എക്സാമിനായാലും ഇൻ്റർവ്യൂവിനായാലും നമ്മൾ DLED പഠിച്ചുകൊണ്ടിരുന്ന കാലത്തായാലും ZPDക്ക് അതിൻ്റേതായ ഒരു പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കി ഇനി വരുന്ന LPS UPSC ഇൻ്റർവ്യൂവിനായിട്ട് പോകാനിരിക്കുന്നവർ തയ്യാറെടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.